കണ്ണിൽ വിടരും രാത്താരങ്ങൾ നീയേ, മണ്ണിൽ പുലരും പൂക്കാലങ്ങൾ നീയേ, നെറുകിൽ പടരാനുയിരുകൊണ്ട മഴയോ, കിളികൾ പറയാതിതൾ വിരിഞ്ഞ കഥയോ, പുഴകളോ വഴികളോ തിര തൊടുന്ന പുതിയ കരകളോ. കളിരായി നിറയും പൂക്കാലം ഞാനാകാം, നെറുകിൽ പടരാനുയിരുകൊണ്ട മഴ ഞാൻ, കിളികൾ പറയാതിതൾ വിരിഞ്ഞ കഥ ഞാൻ, ഇളവയിൽ ചിറകുമായി കുളിരു തുന്നും ഇണകളായി. വഴികളായി തിര തൊടുന്ന പുതിയ കരകൾ. നിങ്ങളെ കണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ എന്താ പറയുന്നത്, പ്രണയം ഒന്നും കൂടെ പ്രണയിക്കാനൊക്കെ തോന്നിയ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. സോ ഇത് കണ്ടോണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും, അതായത് പ്രണയം സൂക്ഷിക്കുന്നവർക്കും, പ്രണയം തുറന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നവർക്കും, പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവർക്കും, കല്യാണം കഴിഞ്ഞും പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ആൻഡ് ആസ് യു ഓൾ നോ, ദിസ് ഈസ് ദ ഫേമസ് കപ്പിൾ ദീപ്തി കൃഷ്ണ. ഇവര് മാത്രമല്ല, ദേ അങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിലും നമ്മുടെ തള്ള വൈബ്സ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ഹായ് ഗായ്സ്. അതുപോലെ തന്നെ ഹായ് നേഹ, ഹായ് വൈകാശ്, വെൽക്കം ടു കോമഡി മാസ്റ്റർ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെ തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ഫീൽ ആയിരുന്നു. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്നും കൂടെ ഒന്ന് പ്രണയിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് പോയൊരു മൊമെന്റ് ആണ്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ടാക്കി. അഖിക്ക് പറയാൻ പറ്റുമോ എനിക്കറിയത്തില്ല, പക്ഷെ പറ്റുമോ? അങ്ങനെയല്ല, ഇന്ന് കപ്പിൾസ് ഡേ ആണ്, നാഷണൽ കപ്പിൾസ് ഡേ. ബാക്കിയുള്ളവരെ വിഷമിപ്പിക്കാൻ വേണ്ടി ഓരോ ദിവസവും അതിന് വേൾഡ് ആൽക്കഹോളിക് ഡേ ഉണ്ടെന്ന് വിഷമിക്കണ്ട. ഇല്ല, പക്ഷെ അഖിലിന്റെ ഉള്ളിലും ഒരിക്കൽ പ്രണയം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലോ ഇല്ലേ? എന്നും. പക്ഷെ പരാജയം. ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന് മെസ്സേജ് അയപ്പുണ്ട് കേട്ടാ. അതിനൊരു ഡേ ഉണ്ടോ? ലോക മെസ്സേജ് അറിയത്തില്ല, അതെന്തെങ്കിലും വരും. പക്ഷെ ഇന്ന് കപ്പിൾ ഡേ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആദ്യം ഈ കപ്പിളിൽ തന്നെ ഞാൻ ആദ്യം തുടങ്ങാൻ പോവുകയാണ്. ദീപ്തി കൃഷ്ണ എന്ന് പറയുന്നത് ലവ് മാരേജ് ആയിരുന്നു. നിങ്ങളുടെ എത്ര വർഷത്തെ പ്രണയമായിരുന്നു? ആക്ച്വലി എന്റെ ജൂനിയർ ആയിരുന്നു കോളേജിൽ. അപ്പോ ഡാൻസ് ടീം ഉണ്ടായിരുന്നു. അപ്പൊ ഒരുമിച്ച് ഡാൻസ് ചെയ്തു ഇവിടം വരെ എത്തി. നിങ്ങൾ ഒരുമിച്ച് ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടോ ഡാൻസിങ്ങിന്? അതോ രണ്ടുപേരും രണ്ട് റിയാലിറ്റി ഷോ? രണ്ടായിരുന്നു. ഞാൻ ഈ ചെറിയ കേരള ലെവൽ, അവള് നാഷണൽ ലെവൽ വരെ പോയി ചാനലില്. ആണ്, അടിപൊളി, സൂപ്പർ. എന്നിട്ട് ഈ പ്രണയം വീട്ടിൽ പറയുന്നു, വീട്ടുകാർ എതിർക്കുന്നു, അങ്ങനെ വലിയ സീനുകളായിരുന്നു? അതോ നിസ്സാരമായിട്ട്? അങ്ങനെ എതിർത്തൊന്നുമില്ല, ബിക്കോസ് ഞാൻ ഭയങ്കര സുന്ദരൻ, സുകുമൻ ഞങ്ങള് പ്രണയിക്കുന്നു എന്ന് ഞങ്ങൾ തന്നെ തിരിച്ചറിയുന്നതിന് മുന്നേ കുറെ പേരൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, എന്റെ കോളേജ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നവര് ചിലപ്പോ എന്റെ ഫ്രണ്ട്സ്, ഞങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നു കപ്പിളായിട്ട് കണ്ടംപററി ഒക്കെ ഇതേപോലെ ഡാൻസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ഞങ്ങളായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് ഞങ്ങൾ വരാന്തയിലൂടെ ഒക്കെ പോകുമ്പോഴാണെങ്കിലും ഇപ്പൊ ഞാൻ ക്ലാസ്സിലിരിക്കുവാണ്, കൃഷ്ണാനന്ദ് എന്റെ ക്ലാസ് വഴി എങ്ങാനും പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ദീപ്തി എനിക്കറിയില്ല. അപ്പൊ ഞാൻ പറയും ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. നിങ്ങളെ എല്ലാരോടും പറയിപ്പിച്ച് ലൈനിലേക്ക് പോയ ഒരു ട്രാക്കിലേക്ക് പോയില്ല. പിന്നീട് അവരെ കല്യാണമൊക്കെ ക്ഷണിക്കാൻ വിളിച്ചപ്പോഴത്തേക്കിനും അവര് പറഞ്ഞു അപ്പോഴേ ഞങ്ങള് പറഞ്ഞില്ലേ. പക്ഷെ ദാറ്റ് ടൈം വി വർ ജസ്റ്റ് ഗുഡ് ഫ്രണ്ട്സ്. ബട്ട് ദെൻ എപ്പോഴോ പിന്നെ കൃഷ്ണാനന്ദ് ചോദിച്ചു ഇനി ജീവിതത്തിൽ ഒന്നിച്ച് കൂടിക്കോ.
ഇപ്പോഴും ആ ചോദ്യം കണ്ണിൽ കിടപ്പുണ്ട് കേട്ടോ. കല്യാണം പ്രേമം കഴിഞ്ഞിട്ട് ആ ഇപ്പോഴും ഉണ്ട്. പ്രേമം. അതെ അതെ, കാണണമെന്നുണ്ട്. ഭയങ്കരമായിട്ടുണ്ട്. എനിവേസ് വെൽ ഡൺ. ഇപ്പൊ കൊച്ചുണ്ട്, കൊച്ചിന് 4 വയസ്സായി. അതെ. ഇന്ന് കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ മോനോട് ഞങ്ങളുടെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. കുഞ്ഞിന്റെ പേരെങ്ങനെയാ? റിദ്ധി കൃഷ്ണ. റിദ്ധി കൃഷ്ണ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച്. ആക്ച്വലി അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എനിക്ക് അവളൊരു 6 months ആയപ്പോൾ തൊട്ട് എനിക്ക് പ്ലാൻ ആയിരുന്നു ഫസ്റ്റ് ബർത്ത്ഡേ ഭയങ്കര അടിപൊളിയാക്കി നടത്തണം എന്നൊക്കെ. പക്ഷെ ആ സമയത്തായിരുന്നു ഞങ്ങൾ മുംബൈയിൽ. അവളുടെ ബർത്ത്ഡേയുടെ തലേ ദിവസം ഞാൻ ഷൂട്ടിന് പോയിട്ട് നെക്സ്റ്റ് ഡേ ആ ബർത്ത്ഡേയുടെ അന്ന് ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ല. പക്ഷെ ഞാൻ ഇങ്ങനെ വിചാരിച്ചിരുന്നു അന്ന് ആ ഷോയിൽ അവളെ ഒരു വിഷൊക്കെ ചെയ്തിരുന്നെങ്കിൽ. പക്ഷെ ഇന്ന് ഈ ഷോയിൽ അവൾക്കൊരു ബർത്ത്ഡേ വിഷസ് ഇതേപോലെ കൊടുക്കാൻ പറ്റി. ഐ എം സോ ഹാപ്പി. നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ കൊച്ചിനെ നമ്മൾ തന്നെ വിഷ് ചെയ്യും. ഐ തിങ്ക് നമ്മൾ ഒരുപാട് ഇങ്ങനെ ആഗ്രഹിക്കുമ്പോ സംഡേ അത് സംഭവിക്കും. എനിക്ക് ഇന്ന് എനിക്ക് ശരിക്കും അത് ഫീൽ ചെയ്യുവാണ്. താങ്ക് യു സോ മച്ച്. ഈ ഹോം സെറ്റിലൊക്കെ നിൽക്കുമ്പോൾ ഇപ്പോഴും എന്റെ പ്രണയം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വെരി ബ്യൂട്ടിഫുൾ സെറ്റ്. അതെ, ഇത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഒറ്റയടിക്ക് ഭയങ്കര ജപ്പാനിലെ സെക്യൂര ഫ്ലവേഴ്സ് പോലെ ഉണ്ടായിരുന്നു. തിരിച്ച് നമുക്ക് കോമഡി മാസ്റ്റേഴ്സിലേക്ക് പോണ്ടേ? യെസ്. വാ ചാടാ കോമഡി മാസ്റ്റേഴ്സിലേക്ക്. 1 2 3 അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ ഫുൾ തമാശ. എലീന കം ബാക്ക്, യു ആർ ഓൺ ട്രാക്ക്. ഓക്കെ ഗൈസ്, നമ്മളിവിടെ തുടങ്ങാൻ പോവുകയാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരുപാട് കപ്പിൾസ് ഇപ്പോൾ ഉണ്ട്. ചിലരുടെ റിയൽ ലൈഫ് കപ്പിൾസും ഉണ്ട്, ചിലർ റിയൽ കപ്പിൾസ് മാത്രമായിട്ടാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ പാർട്ട്ണറിനെ പറ്റി കൂടുതൽ അറിയാൻ അല്ലെങ്കിൽ അറിയാമോ എന്നുള്ളൊരു ചോദ്യമൊക്കെ സ്ഥിരമായിട്ട് എല്ലാവരും ചോദിക്കുന്നതാണ്. ചേച്ചിനോട് കാഷ്വലി ഞാൻ ചോദിക്കുകയാണ്, ചേച്ചിയുടെ ഹസ്ബൻഡിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ ശ്വേത ചേച്ചി ചേട്ടനോട്, അതായത് ശ്രീ ചേട്ടനോട് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത് എന്ത് കാര്യത്തിനായിരിക്കും? എല്ലാ ദിവസവും തന്നെയാ പണി. മൂപ്പരോട് എന്ത് മീൻസ് ഞാൻ പറയും, കണ്ണാ ഇത് ചെയ്തു തരുവോ എന്ന് പറഞ്ഞാല് അപ്പൊ ചെയ്തു തരാം. അത് ചിലപ്പോ 1-2 ദിവസം അങ്ങോട്ടെല്ലാം പോകും. അത് ഒരു നോർമൽ ഹാബിറ്റ് ആണ് മൂപ്പരുടെ. അത് മറന്നുപോകും. ശരി കണ്ണേട്ടാ, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? ശ്വേത ചേച്ചി പറഞ്ഞതില് ഞാനൊരു പിശുക്കനാണെന്ന് മൂപ്പർക്ക് ഭയങ്കര ഒരു അഭിപ്രായമുണ്ട്. പക്ഷെ ഞാൻ പറയാം പിശുക്കനല്ല, വളരെ സൂക്ഷിച്ച് ചെലവാക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഇത്ര കാലമായിട്ട് പറ്റിയിട്ടില്ല എനിക്ക്. പക്ഷെ ചില സമയത്ത് മൂപ്പര് പറയും നിങ്ങൾ കാണിക്കേണ്ടടുത്ത് ചെലവാക്കേണ്ടടുത്ത് ചെലവാക്കില്ല. അങ്ങനെ പിശുക്കത്തരം ഭയങ്കരമാണ്. അതിന് ഇടയ്ക്കിടയ്ക്ക് മൂപ്പർക്ക് ദേഷ്യം വരും. കണ്ണേട്ടൻ ഇപ്പോഴും വിചാരിച്ചോണ്ടിരിക്കുന്ന ചേച്ചിയുടെ പിശുക്ക് ആ പിശുക്ക് എന്നുള്ള റീസണിലായിരിക്കും. പക്ഷെ ഇതായിരുന്നു എന്നുള്ള അറിഞ്ഞില്ല. ഇപ്പൊ 2-3 റീസൺ ഉണ്ടെന്ന്. അല്ല, ഇത് മെയിൻ ഇതിന്റെ മുമ്പേ ഞാൻ 1-2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മൂപ്പര് ഭയങ്കര പിശുക്കനാണ് എന്ന്. ഞാൻ മൂപ്പരെ വെച്ചിട്ട് ഈ പാട്ട് പാടാണ് പിച്ച വെച്ച. എന്നാ അടുത്ത ചോദ്യം ഉണ്ട് എന്റെ കയ്യില്. അതായത് മകള് ഏറ്റവും കൂടുതൽ പരാതിയും പരിഭവവും പറയുന്നത് ചേച്ചിയോടാണോ അതോ ശ്രീവത്സൻ ചേട്ടനോടാണോ? ശ്രീന്റെ അടുത്ത്. ഉറപ്പാണോ? ശ്രീ ചേട്ടാ, അവൾ അച്ഛന്റെ കുട്ടിയാണ് എന്ന് അമ്മയ്ക്കൊരു അഭിപ്രായമുണ്ട്. അമ്മയോട് പറയേണ്ട കാര്യങ്ങളൊക്കെ അവള് വളരെ സെഗ്രിഗേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് പറയുവള്. എന്നോട് എല്ലാവിധ സ്കൂള് മുതൽ ക്ലാസ്സിലുള്ളത്, പിന്നെ അവൾക്ക് എന്ത് വേണം, അവളുടെ പ്ലാനുകൾ, കൂടുതൽ എന്താ പറയുക എൻഗേജ്മെന്റ് ഞാനായിട്ടാണ്. പക്ഷെ അമ്മയായിട്ട് വേറെ റിലേഷനാണ്. അത് ഞാൻ പലപ്പോഴും നോക്കാറുണ്ട്. അവള് വളരെ സ്മാർട്ട് ആയതുകൊണ്ട് അവൾക്ക് അറിയാം എങ്ങനെ എന്താണ് ആരെ എങ്ങനെ ഇവരുടെ സ്ഥാനങ്ങൾ എന്തൊക്കെയാണെന്ന് അവള് നല്ലപോലെ അറിയും. അതില് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അവളെ കുറിച്ച്. ശരി, കണിഞ്ഞയുടെ പോലെ ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ചേട്ടന് ചേച്ചി അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതായിരിക്കും? ചേട്ടൻ പറയാൻ പോകുന്ന ഏത് ഉത്തരവായിരിക്കും? കുഴിമുറി. എന്തുകൊണ്ടായിരിക്കാം? മൂപ്പര് എപ്പോഴും അത് എനിക്ക് തോന്നുന്നു 100 വട്ടം കണ്ടിട്ടുണ്ട്. ശരി, 100 വട്ടമാണോ കണ്ടേക്കുന്നതെന്നുള്ളത് നമുക്ക് പറയാം. ചേട്ടാ പറഞ്ഞോ. അഭിനയിച്ച സിനിമകളില് കുഴിമുറിയും തലയിൽ മാണിക്കുമാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമകള്. കുഴിമുറി ഞാൻ പലപ്പോഴും പറയാൻ ചെയ്തത് എന്റെ അച്ഛമ്മയുടെ ഒരു റിഫ്ലക്ഷൻ ഉണ്ട്. അത്രയും വളരെ ശക്തമായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആയിരുന്നു അച്ഛമ്മ. അപ്പൊ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ട് ആ കാലിക്കുള്ള എന്നുള്ള ക്യാരക്ടറിൽ. അത് വളരെ നന്നായി ചെയ്തു. അതുപോലെ തന്നെയാണ് തലയിൽ മാണിക്കും. അപ്പൊ അതും വളരെ ഗംഭീരമായിട്ടുള്ള സിനിമകളാണ്. മലയാള സിനിമയ്ക്ക് തന്നെ വളരെ ഒരു എന്താ പറയുക മുതൽക്കൂട്ടായിട്ടുള്ള സിനിമകളാണ്. അപ്പൊ അത് വളരെ അഭിമാനം ഉണ്ട് ആ കാര്യത്തിൽ എനിക്ക്. ഈ കപ്പിൾസ് ഡേയില് ചേച്ചിക്ക് ചേട്ടനോട് എന്നാ പറയാനുള്ളേ ഇപ്പം ഈ മൊമെന്റില്? ജസ്റ്റ് അൺപ്ലാൻ, വാട്ട് എവർ യു ഫീൽ, ജസ്റ്റ് സ്പീക്ക്. ഐ എം ആക്ച്വലി എനിക്ക് അതാ വാക്കിലൂടെ വരട്ടെ.
ചേച്ചി എല്ലാവരെയും കരയിപ്പിക്കും. I love you, Kanna. I'm so blessed. The best partner. Very good friend. നല്ലൊരു അച്ഛൻ. I love him. അപ്പോൾ എൻ്റെ കരിയറിനെ ഭയങ്കര റെസ്പെക്റ്റ് ചെയ്യും. എനിക്ക് തരുന്ന ഒരു ഫ്രീഡം, മീൻസ് എനിക്ക് എന്ത് വേണമെങ്കിലും എൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും ജാസ്തി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണറാണ്. അപ്പോൾ എന്നെ എന്ത് വേണമെങ്കിലും, അപ്പോൾ മൂപ്പര് ഇന്ന് വരെ ഞാൻ പ്രസവിച്ച് 2 മണിക്കൂറായിട്ടില്ല ഞാൻ സിനിമ ഒരു ഉന്നം സിബി മലയിൽ സാറിൻ്റെ സൈൻ ചെയ്തപ്പോൾ മൂപ്പര് പറയാണ് വേഗം ഗെറ്റ് അപ്പ് നൗ ഗോ. ഞാൻ പറഞ്ഞു ഇപ്പൊ ജസ്റ്റ് നോട്ട് ഈവൻ 2 hours അങ്ങനത്തെ ഒരാളാണ്. സോ ഹീസ് സോ എൻകറേജിങ്. അപ്പോൾ ഐ എം സോ ഹാപ്പി ആൻഡ് സോ ലക്കി. ടച്ച് വുഡ്. ഡെഫിനറ്റ്ലി. സൂപ്പർ. അപ്പൊ ഇതുപോലത്തെ സർപ്രൈസ് ഒക്കെ ഇനിയും വരാൻ ചാൻസ് ഉണ്ട്, ജാഗ്രത. ഇനി അടുത്ത ചോദ്യങ്ങൾ വരുവാണ്, മറ്റാർക്കുമല്ല നമ്മുടെ സ്വന്തം ശ്രീവിദ്യ. അങ്ങനെ തന്നെ വേണം. ശരി ശ്രീവിദ്യ, ആദ്യത്തെ ചോദ്യം. നിന്റെ രാഹുലിന് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലം, ഒരു യാത്ര പോകണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതായിരിക്കും? പ്ലേസ് ആണെങ്കിൽ ഇപ്പം മസൈമാരയിൽ പോകാൻ വേണ്ടിട്ട് കുറച്ച് നാളായിട്ട് അവിടെ സിംഹത്തിനൊക്കെ കാണാം. അപ്പൊ അവിടെ പോവാൻ വേണ്ടിട്ട് ഇതേപോലെ നിന്നെ കണ്ടിട്ട് മതിയാവാഞ്ഞിട്ടാണോ? നാട്ടിൽ പോയി നിക്കാം. അവിടെ ആകുമ്പോ റേഞ്ച് ഒന്നുമില്ല, നമുക്ക് കുറച്ച് നോ ഫോൺ റിലേഷൻഷിപ്പ് ഒന്ന് പരീക്ഷിക്കാന്ന്. എന്റെ നാട്ടിൽ റേഞ്ച് ഇല്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എറണാകുളത്തേക്ക് വന്നത്. എന്നോട് മസൈമാരം പോവാന്ന്. പിന്നെ ഞാൻ ശരി, നമുക്ക് നോക്കാം. രാഹുലേ, ശ്രീവിദ്യ പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? എനിക്ക് യാത്ര ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറയുന്നത് തമ്പാനൂര് വഴി നേരെ ഈസ്റ്റോട്ട് വഴി നേരെ കയറി ശംഖുവം ബീച്ച്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറയുന്നത് ഒരു ടൈമിൽ സ്വിറ്റ്സർലാൻഡ് ആയിരുന്നു. ചിന്നടുത്ത് പറയായിരുന്നു ഞങ്ങള് നമുക്ക് ഹണിമൂണിന് സ്വിറ്റ്സർലാൻഡിൽ പോവാന്നൊക്കെ പറയുന്നത്. ഇപ്പൊ കറന്റ് താല്പര്യമുള്ള സ്ഥലം എന്ന് പറയുന്നത് മസൈമാരയാണ്. നൈറോബിയിലുള്ള മസൈമാര എന്ന് പറയുന്ന വൈൽഡ് ലൈഫ് സാനിച്ചറിയിലോട്ട് പോകാനാണ് താല്പര്യം. അത് ഉടനെ നമ്മൾ പോകുമെന്നാണ് വിശ്വസിക്കുന്നത്. തമ്പാനൂര് വഴി ഒന്ന് അവിടെ ഞാൻ ഇന്റർനാഷണൽ വിളിച്ചപ്പോ ഞാൻ വിളിച്ചു ബസ് സ്റ്റാൻഡ് പിടിക്കണേ. അടുത്ത ചോദ്യം. നിങ്ങൾ ആരാണ് ഏറ്റവും നന്നായിട്ട് ചുംബനം നൽകാൻ പറ്റുന്നത്? ആരാണ് ഏറ്റവും നല്ലതാ? ഹൂ ദ ബെസ്റ്റ് കിസ്സോ? നന്ദു. ഫുൾ ടൈം ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ കാണിക്കും ഞാൻ. എങ്ങനെ? ഇതിങ്ങനെ അപ്പൊ ഇങ്ങനെ ഉമ്മ വരും. നന്ദു ആണ്. ശരി നന്ദു. ചുംബനത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും മോശമല്ല എന്നാണ് എന്റെ വിശ്വാസം. ഞങ്ങൾ രണ്ടുപേരുമായിട്ട് ചുംബിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അതിൽ ഒരു പൊടി നല്ലതെന്ന് പറയുന്നത് എന്റേതാവാനാണ് സാധ്യത. ഇവരുടെ ചുംബനത്തിനൊരു പ്രത്യേകത ഉണ്ട്. ബീഡി വലിച്ചിട്ടോ അതിനകത്തൊരു ഓൾഡ് മങ്ക് വിളിച്ചു. രാഹുൽ 2 മാർക്ക് എങ്ങനെയോ കറക്റ്റ് ആക്കി. ശരി, ദിസ് ഈസ് ഗെറ്റിംഗ് ഇൻട്രസ്റ്റിംഗ്. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. പക്ഷെ അത് ശ്രീവിദ്യനോടല്ല. രാഹുലെ അളിയാ, നമുക്ക് പിന്നെ കാണാം. അടുത്തത് ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് അമീനെ പറ്റിയല്ലേ ചോദിക്കുന്നേ. ഡയാനക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാ? എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് ഞാൻ ഇട്ടേക്കുന്നത്. പച്ച. വാട്ട് എ സേഫ് പ്ലേ. അമീനും പറയോ? എനിക്കറിഞ്ഞൂടാ. അമീനെ അളിയാ ഇഷ്ടപ്പെട്ട അമീനെ ഡയാനക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് പറഞ്ഞേ. എനിക്ക് ഇഷ്ടപ്പെട്ട കളറ് ഗ്രീൻ ആയിരിക്കും. കാരണം അവളുടെ വാർഡ്രോബ് തുറന്നു നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് മൊത്തം ഏറ്റവും കൂടുതൽ ഗ്രീൻ ഡ്രസ്സുകളാണ് കാണാൻ സാധിക്കുക. അപ്പൊ ഗ്രീൻ ആയിരിക്കും അവളുടെ ഫേവറേറ്റ് കളർ. അത് പാവത്തിനെ ഒറ്റ കളറേ കാണുള്ളൂ. കളർ ബ്ലൈൻഡ്. പച്ച ലെൻസാണ് വെച്ചേക്കണ. ശരി, അടുത്ത ചോദ്യം ചോദിക്കട്ടെടാ. എന്തായിരിക്കും? അമീന് ഒരു സർക്കാർ ജോലി കിട്ടാന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഏത് ജോലിയായിരിക്കും തെരഞ്ഞെടുക്കാം? അമീൻ പൈലറ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഗവൺമെന്റ് ഫ്ലൈറ്റ് ഓടിക്കാൻ. ഗവൺമെന്റ് ഫ്ലൈറ്റ് ഓടിക്കാൻ ഇപ്പം ഇപ്പൊ ഗവൺമെന്റ് ഫ്ലൈറ്റ് ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് അമീനോട് ചോദിച്ചു നോക്കാം. അമീൻ, സർക്കാർ ജോലി കിട്ടിയാല്
എനിക്ക് ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവൾക്കും അവളത് പറയിപ്പിക്കാറും എനിക്ക് ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ വല്ല മുഖ്യമന്ത്രിയുടെ ഡ്രൈവർ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നാടായ നാട് മൊത്തം കറങ്ങി നടക്കാം. അപ്പൊ മുഖ്യമന്ത്രിയുടെ ഡ്രൈവർ ആയിരിക്കും മിക്കവാറും. നീ കറക്കി കുത്തിയതായിരുന്നോ അതോ ശരിക്കും അല്ല, ഹീസ് എ റിയലി ഗുഡ് ഡ്രൈവർ. വേറെ ജോലിയൊന്നും അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നോബി ചേട്ടനാണ് അവസാനത്തെ പണി കൊടുക്കാൻ പോകുന്നത്. നമ്മളടുത്തെങ്ങാനും പെണ്ണ് കേട്ടുണ്ടായിരുന്നു. അല്ലല്ല നോബി ചേട്ടാ, ആര്യക്ക് എന്തൊക്കെയോ പറയാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നോബി ചേട്ടൻ ഒരു മടിയനാണോ? അതെന്നെ പറയാൻ മടി. നോബി ചേട്ടൻ ഒരു മടിയനാണോ അല്ലയോ? ടിക് ടിക് വൺ. കഴിച്ചിട്ട് ഇച്ചിരി കിടക്കും. രാത്രി ഡിന്നർ സമയത്ത് എണീക്കും, അല്ലാതെ വേറെ ആര്യക്ക് പറയാനുണ്ട് എന്താന്നുള്ളത്. നോബിച്ചേട്ടൻ ഒരു മടിയനാണോ എന്ന് ചോദിച്ചാൽ നോബിച്ചേട്ടൻ മടിയനാണ്. മേ ബി അതിന്റെ ഏറ്റവും വലിയ റീസൺ ഞാൻ തന്നെയാണ്. എന്നാലും ഞാനിപ്പം വഴക്കുണ്ടാക്കാറുണ്ട്. വഴക്കുണ്ടാക്കി ആളെ കിച്ചണിലോട്ട് കയറ്റാറുണ്ട്. എനിക്ക് അത്യാവശ്യം കിച്ചണിൽ ഇപ്പം ഹെൽപ്പ് ചെയ്യാറുണ്ട്. വലിയ ജാടയിലിരുന്ന മനുഷ്യരാണ് എല്ലാ കാര്യങ്ങളും. അല്ല, കിച്ചണിന് സഹായിക്കുന്ന എന്തെങ്കിലും ഇതൊക്കെ, അല്ലാതെ വേറെ ഒന്നും. നോബി ചേട്ടൻ റൊമാൻറ്റിക് ആണോ അല്ലയോ? നോബി ചേട്ടൻ ആദ്യം പറ. നോബി ചേട്ടൻ ഭയങ്കര റൊമാൻറ്റിക് ആണോ അത്യാവശ്യത്തിന്? പിന്നെ ഞാൻ പ്രേമിച്ചല്ലേ കിട്ടിയത്. അത് പ്രേമിക്കുന്നതിന് റൊമാൻസ് ഉണ്ടാവണമെന്ന് വലിയ ഇതൊന്നും ഇല്ല. പിന്നെ മീശാൻ ചുരുട്ടി വെച്ച് പ്രേമിക്കും. അങ്ങനെയൊന്നുമില്ല. പിന്നെ പ്രേമത്തിന് റൊമാൻസ് എന്നൊക്കെ പറയാൻ പറ്റുമോ? ആ ഞാനും റോഹിത്തും അങ്ങനെയായിരുന്നു. ഹലോ അളിയ കലിപ്പന്റെ കാന്താരി ഉള്ള ടൈമാണിത്. അതിപ്പോഴല്ലേ ശരി, നേരത്തെ ഡയാന എടുത്ത് ചോദിക്കാതെ ഡയാന അമീൻ എന്താ വിളിക്കണെന്ന് ചോദിക്കണോ? പ്ലീസ്, അതെന്താ നിങ്ങൾ ചോദിക്കാത്തത്? പ്രേക്ഷകരെ ചോദിക്കുവാണേ, ഒരു മിനിറ്റ്. അതൊരു വിലയേറിയ ഒരു സംഭവമാണ്, ഒരു ക്വസ്റ്റ്യൻ ആണ്. അമീൻ എന്താണ് ഡയാനെ സ്നേഹത്തോടെ വിളിക്കുന്നത്? ഞാൻ കേട്ടതാണ്, സത്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ. കണ്ണാപ്പ്. അല്ല, അവരെ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം അവന് ഡ്രൈവിംഗ് ആണ് ഇഷ്ടം. ഡ്രൈവർ കണ്ണാപ്പി അങ്ങനെയൊക്കെ പറഞ്ഞ് കണക്ട് ചെയ്ത് കണ്ണാപ്പി. കണ്ണാപ്പി എന്താ അമീനെ വിളിക്കുന്നേ? ഒന്ന് ചെവി നീ ആലോചിച്ച് നോക്കിയാണ്, ബ്രാൻഡഡ് 30,000 രൂപ ഷർട്ട് ഇട്ടുണ്ടൊരു എയർപോർട്ടിൽ ചെന്നിട്ട് ഇറങ്ങി അയ്യോ, അല്ല ഞങ്ങൾക്കേ ആക്ച്വലി അതാ സുന്ദരനായ ഒരു ചെറുക്കനാണ്. ഇല്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, അത് അവരുടെ ഒരു ലവ് ലാംഗ്വേജ് ആണ്. റെസ്പെക്ട് ലാംഗ്വേജ് ആണത്. ആരോട് ചോദിക്കാൻ പോവാണേ, നോബിയണ്ണൻ റൊമാൻറ്റിക് ആണോ അല്ലേ എന്നുള്ളതിന് നോബിയണ്ണൻ പറഞ്ഞിരിക്കുന്നത് റൊമാൻറ്റിക് ആണ്, അതുകൊണ്ടാണ് പ്രണയിച്ചതെന്നാണ്. ഓക്കെ, നോബിച്ചേട്ടൻ എപ്പോഴും റൊമാൻറ്റിക് ഒന്നും അല്ല. നോബിച്ചേട്ടൻ റൊമാൻറ്റിക് ആണോന്ന് ചോദിച്ചാൽ നോബിച്ചേട്ടൻ എപ്പോഴും റൊമാൻറ്റിക് ഒന്നും അല്ല. എന്നാലും റൊമാൻറ്റിക് ആണ്. മേ ബി റൊമാൻറ്റിക്കിനെക്കാളും അത്യാവശ്യം നന്നായിട്ട് ആള് കെയർ ചെയ്യും ഞങ്ങളെ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നോബിചേട്ടൻ കൊടുക്കുന്ന ഒരു കെയറിങ് അല്ലെങ്കിൽ ഫാമിലി ടൈം ഞങ്ങളും കാണാറുള്ളതാണ്. ഇപ്പൊ വീഡിയോ കോൾസിലാണെങ്കിലും ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. അതായത് പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പ്രണയിക്കുക, അല്ലെ? നമ്മൾ കാര്യങ്ങളൊക്കെ എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പ്രണയിക്കുക. ഞാൻ ഇച്ചിരി ഒന്ന് ബ്രേക്ക് എടുത്തോട്ടെ, രോഹിത്തിനെ ഒന്ന് വിളിച്ച് സംസാരിച്ചിട്ട് വരാം. ചേച്ചി, നമുക്ക് എല്ലാവർക്കും ഒരു ബ്രേക്ക് ഉണ്ട്. ഗൈസ്, താങ്ക് യു സോ മച്ച്. നമുക്ക് അത് കഴിഞ്ഞ് സ്കിറ്റ് കാണണം, ചിരിക്കണം, എല്ലാം ഉണ്ട്. അതിനു മുമ്പ് ഒരു ഷോർട്ട് ബ്രേക്ക്. എനിക്ക് ഇച്ചിരി വേണ്ട. മുതുക്കി അവിടെ കിടടോ. മുതുക്കി അവിടെ കിടക്ക. എനിക്ക് ഇച്ചിരി വേണ്ടെന്ന്. അവിടെ കിടടോ. എനിക്ക് ഇച്ചിരി വേണ്ടെന്ന്. കിടടോ. എനിക്ക് ഇച്ചിരി വേണ്ടെന്ന്. എന്നെ എന്തിനു ഇഞ്ചക്ഷൻ എടുത്തത്? എന്നെ എന്തിനു ഇഞ്ചക്ഷൻ എടുത്തേന്ന്? ഞാൻ എന്റെ ഡ്യൂട്ടിയാണ് ചെയ്തത്. ഡ്യൂട്ടി ആണെങ്കിൽ രോഗിക്ക് എടുക്കണം. കൂട്ടിരിപ്പ് തന്നെയല്ല ഇഞ്ചക്ഷൻ എടുക്കണ്ട കേട്ടാ. ഞാൻ കൂട്ടിരിക്കാൻ വന്നതല്ലേ. രോഗിയുടെ ബെഡിൽ എന്തിനാണ് താൻ കയറി കിടന്നത്? ഞാൻ അവിടെ കിടന്നപ്പോഴേ എന്നെ എലി അടിക്കാൻ വന്നു. എടോ, അപ്പൊ അയാളെ കടിക്കൂലേ? അവനെ എലി അടിച്ചപ്പല്ലേ കൊണ്ടുവന്നത്. ഒരിക്കൽ കൂടെ കടിച്ചാൽ കുഴപ്പമില്ല. എന്തുവാ ഇത്? തരിച്ചിട്ട് വല്ല തടവി തരൂ.
നിന്റെ തരിപ്പ് ഞാൻ മാറ്റി തരാം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും. തരിച്ചിട്ട് പാടില്ല. ഒരു കാര്യം ചെയ്, അവൻ ഇഞ്ചക്ഷൻ കൊടു. എന്നടാ ഇവിടെ കിടക്കടാ, അവൻ ഇഞ്ചക്ഷൻ കൊടു. ആ ഒരു ഇഞ്ചക്ഷൻ എങ്ങനെ ഒപ്പിച്ചെന്നത് എനിക്ക് മാത്രമേ അറിയാവൂ. അല്ല, അടുത്ത റൗണ്ട്സിന് വരുമ്പോ ഞാൻ കൊടുക്കാം. അപ്പൊ നിനക്ക് ഈ ജന്മത്ത് ഇഞ്ചക്ഷൻ ഇല്ല. ഇവിടെ എന്ത് ഇങ്ങനെ? ഇവിടെ ഇങ്ങനെ എങ്ങനെ? ഇങ്ങനെ. കൺമണി പെൺമണിയെ കാർത്തിക പൊൻകണിയെ കന്നി കനിയേ കണ്ണിൻ കുളിരേ നിന്നെ താരാട്ടാ മലരേ മധുര. എടോ, ഇന്നലെ തന്റെ വയറിലല്ലേടോ ഓപ്പറേഷൻ കഴിഞ്ഞത്? പിന്നെ എന്തിനാ തലക്കെട്ട്? അപ്പൊ ഇന്നത്തെ പത്രത്തിന്റെ തലക്കെട്ടൊന്നും വായിച്ചിട്ടില്ല? ഇല്ല, വായിച്ചില്ല. ഇന്നലെ എന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ കട്ടിൽ വന്ന് കിടന്നപ്പോ കാറ്റ് കൊള്ളാൻ വേണ്ടി ഒന്ന് ഫാൻ ഇട്ടതാ. ഫാൻ പൊട്ടിയത് എന്റെ തലയിൽ. 7 സീറ്റ് ഉണ്ട്. നിന്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചാ? അല്ല, അവന് കണ്ടൂടെ, എനിക്ക് കാണാവൂ. ഞാൻ ഒരു കാര്യം പറയാം, ഇനി ഇവിടെ എന്തെങ്കിലും ഇടണമെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചിട്ടേ ഇടാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്താ? ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നല്ലോ, എങ്ങോട്ട് പോയി? അയ്യോ, അപ്പൊ അറിഞ്ഞില്ലേ? ആ സെക്യൂരിറ്റി ഇന്നലെ ഇവിടെ കിടക്കുന്ന കസേരയിൽ കയറി ഇരുന്ന് ആ കസേര അങ്ങനെ തന്നെ തവിട് പൊടിയായി. ഇപ്പൊ പൊട്ടല് നട്ടലായി. നട്ടലല്ലേ പൊട്ടലുള്ളത്? അതെ, പൊട്ടേണ്ടത് എന്തായാലും പൊട്ടി. ഇനി ഞാൻ അത് ശരിയാക്കി പറഞ്ഞെന്ന് പറഞ്ഞ് പൊട്ടല് ശരിയാവൂലല്ലോ. വന്ന് സെക്യൂരിറ്റിക്ക് പോലും തിക്രൂശിയില്ല. എന്താ? അല്ല, സെക്യൂരിറ്റിക്ക് പോലും സെക്യൂരിറ്റി ഇല്ല. ഇവിടെ ഇങ്ങനെ? ഇവിടെ ഇങ്ങനാ. എങ്ങനാ? ഇങ്ങനാന്ന്. അതെ, ഒരു സംശയം ചോദിച്ചോട്ടെ. എന്തോ? ഇന്നലെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ തൊട്ട് ഞാൻ വെള്ളം കുടിച്ചോണ്ടിരിക്കുക. എന്റെ ദാഹം മാറുന്നില്ല. ഒരു ഡൗട്ട് ഉണ്ട്. ഇനി ഇന്നലെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ നിങ്ങൾ ഈ പഞ്ഞിയൊക്കെ എന്റെ വയറ്റിന്റെ അകത്ത് വെച്ചോ? അനാവശ്യം പറയരുത് കേട്ടോ. പഞ്ഞിയാ? എന്താന്ന് പറയണത്? പഞ്ഞി എങ്ങനെ എന്നത് വരും? പഞ്ചി വരൂ? ഇല്ല, കത്രിക ആയിരിക്കും. അതാണ് ഹൈലൈറ്റ്. തന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അനാവശ്യമായിട്ട് വാ തുറക്കരുതെന്ന്. ഞാൻ വാ വലിച്ചു കീറും. അല്ല, ഭയങ്കര പ്രശ്നമാണോ? ഭയങ്കര പ്രശ്നമുണ്ട്. അതെല്ലേ, ഞാൻ ഒന്ന് നോക്കട്ടെ. ഇവിടെ പെയിൻ ഉണ്ടോ? നേരത്തെ പെയിൻ ഉണ്ടായിരുന്നു, ഇപ്പൊ നല്ല സുഖം. നോക്കട്ടെ. എന്താടോ? തുമ്മല്. തുമ്മണെങ്കി വാ പൊത്തിട്ട് തുമ്മണ. ഇവിടെ പേഷ്യൻസ് ഉള്ളതാണ്. പറ, മനസ്സിലായോ? തന്നോടല്ലേടോ പറഞ്ഞത്? ഇനി തുമ്മണെങ്കി വെളിയിൽ ഇറങ്ങി തുമ്മിക്കൊള്ളണം. പറഞ്ഞ മനസ്സിലായ? അയ്യോ, അത് ഈ വെള്ളം നിക്കാത്തതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ചെറിയൊരു ചോർച്ച. അത് ശരിയാക്കാം. നമുക്ക് നാളെ ഓപ്പറേഷൻ നടത്തി ശരിയാക്കാം. ഡോക്ടർ എപ്പോ വരൂ? ഓ എന്റെ പൊന്നെ, ഞാൻ പറഞ്ഞില്ലേ, ഡോക്ടർ ഒരു ഓപ്പറേഷന് പോയിരിക്കാണ്, ഉടനെ വരും കേട്ടോ. സിസ്റ്ററെ, എന്താ? ഒരു സംശയം. എന്താ? ഡോക്ടർ എപ്പോ വരും? ഇതല്ലടോ അയാൾ ചോദിച്ചത്. പിന്നെ അത് എന്നെ വീണ്ടും മറിച്ച് ചോദിക്കണതിന് ഇതുപോലുള്ള കുറെ ശല്യങ്ങൾ വന്നോളും. അല്ലെങ്കിൽ തന്നെ വീട്ടിൽ ഒരു 1000 പ്രശ്നമായിട്ടാണ് ഇങ്ങോട്ട് വരണത്. ഓ, ഇങ്ങനെയുണ്ടാ? സിസ്റ്റർ, എന്താ? ഒന്ന് നിക്കോ? എന്താ? സിസ്റ്ററിന്റെ പേര് തെർമോമീറ്റർ എന്നാണ്. എപ്പോ നോക്കിയാലും ചൂടാവുന്നു. ഒന്ന് പോടോ. സിസ്റ്റർ ചിരിച്ചു. അതെ, ഇവിടെ എന്താ ഇങ്ങനെ? അത് അവര് പറയേണ്ടതാണ്. ഞാൻ പറഞ്ഞാ മതിയോ? ഇവിടെ ഇങ്ങനെ. ഹലോ, എന്താ പറ്റിയേ? ഒരു കല്യാണം കഴിച്ചതാ. അപ്പൊ ഇങ്ങനെയൊക്കെ പറ്റുവോ? അയ്യോ, അങ്ങനെയല്ല, ഇന്നലെ എന്റെ ആദ്യ രാത്രിയായിരുന്നേ. അപ്പൊ ഇങ്ങനെയൊക്കെ പറ്റും. ശരിക്കും എന്താ പറ്റിയേ? ഒരു 10-10:30 മണിയായപ്പോ ഞാൻ എന്റെ റൂമിനകത്ത് കയറി കട്ടിലിരിക്കുവായിരുന്നു. ഹലോ, ആദ്യ രാത്രിയെ കുറിച്ച് പറയുന്നല്ലേ? ഒരു ഫ്ലോയിലൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കൊഴിപ്പിച്ചു പറ. ഫ്ലോയിൽ കിട്ടണല്ലേ? അതെ അതെ, ഇതിന്റെ ഫ്ലോ എന്ന് പിടിച്ചേ. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-10:30 മണിയായപ്പം ഞാൻ എന്റെ റൂമിലെ കട്ടിൽ അവളെയും കാത്തിങ്ങനെ ഇരിക്കുവായിരുന്നു. ഇരിക്കണല്ലോ. അപ്പൊ അവളൊരു ഗ്ലാസ് പാലുമായിട്ട് റൂമിനകത്തോട്ട് കയറി വന്നു. വരുമല്ലോ. പകുതി എനിക്ക് തന്നു. തരുമല്ലോ. പകുതി ഞാനും കുടിക്കുമല്ലോ. എന്നിട്ട് ഞാൻ അവളെ കയ്യിൽ പിടിച്ച് അവളെ കട്ടിലോട്ട് ഇങ്ങനെ ഇരുത്തിയിട്ട് അവളെ കണ്ണിൽ തന്നെ ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നു. എന്നിട്ട് ആ സമയത്ത്
ഇങ്ങനൊരു ശബ്ദം കേട്ടു. പിന്നെ ഈ ശബ്ദം മാത്രമായിരുന്നു റൂമിനകത്ത്. എടാ അവള് കലക്കൊണ്ട് വന്ന പാലിനകത്ത് എന്തോ സംഭവം ഉണ്ടായിരുന്നു. എനിക്ക് അവൾക്ക് ലൂസ് മോഷൻ. അവള് ബാത്റൂമിനകത്ത് കയറുന്നു, അവൾ ഇറങ്ങുന്നു, ഞാൻ കയറുന്നു, ഞാൻ കയറുന്നു, അവൾ ഇറങ്ങുന്നു, ഞാൻ കയറുന്നു, അവൾ ഇറങ്ങുന്നു. അങ്ങനെ അങ്ങനെ കയറി ഇറങ്ങി അവസാനം ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കിയിരുന്നടാ. അല്ല ആംബുലൻസില്. എന്നിട്ട് അവളെവിടെ? അവള് വാടിക്കിടക്കുവാ. ആണാ? എവിടെ? വാടിക്കിടക്കുവാന്ന്. വാടിക്കടപ്പുറത്താ? അല്ലടാ, അതിന്റെ 5 തെങ്കിലും ഒരു കടപ്പുറം. ഓട്ടയെ കൊണ്ട് നീ പോണാ. എനിക്കറിയാം. ആ തളർന്ന് വാർഡിൽ കിടക്കുവാണെന്ന്. അവിടെയാണോ? അയ്യോ, ഞാൻ ഇരുന്നോട്ട് നീക്കി. അതെ, എവിടുന്നാ വരുന്നേ? എടാ നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്ന സ്ഥലത്ത് തന്നെ എനിക്കും പറഞ്ഞു. എനിക്കിത് പ്രത്യേക സ്ഥലമൊന്നും ഇല്ലടാ. അതല്ല ചോദിച്ചത്, നിങ്ങൾ ഏത് നാട്ടിന്നാ വരുന്നേന്ന്. ഓ, നാടിന്റെ പേര് ചോദിക്കല്ലേ, കട്ടിപ്പേരാ, നടക്കൂല. ഡോക്ടർ 7ാം വാർഡില് ഒരു സർജറി പറഞ്ഞിട്ടുണ്ട്. അല്ലേ ഡോക്ടർ? സിസ്റ്റർ, ഇവിടെ ഹെൽമെറ്റിന്റെ ചെക്കിംഗ് നടക്കുന്നുണ്ടോ ഈ പോലീസ്? അയ്യോ, പോലീസ് ചെക്കിംഗ് അല്ല, ഇത് സർക്കാരിന്റെ ഒരു പഴയ ബ്ലോക്കാണ്. ഇത് ഏത് നിമിഷം വേണമെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാം. അതുകൊണ്ട് ഒരു സേഫ്റ്റിക്കാണ് ആ ഹെൽമെറ്റും വെച്ചോണ്ട് ഡോക്ടർ നടക്കുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടാ, ഇവിടെ എന്താ ഇങ്ങനെ? ഇവിടെ ഇങ്ങനെ. അയ്യോ, റോഡിൽ മൊത്തം ബ്ലോക്ക്, എനിക്ക് മാത്രം ഒരു ബ്ലോക്ക് വരണില്ലല്ലോ പോവാൻ. അയ്യോ ജിതേന്ദ്ര, മണ്ണാമോടെ സ്കൂളിൽ പഠിച്ച ജിതേന്ദ്ര. സാബു കഴിഞ്ഞിട്ടുള്ള സാബു മനസ്സിലായില്ലോടാ? മണ്ണാമോടെ സ്കൂളിൽ പഠിച്ച അറിയാം. എത്ര നാളായി കണ്ടിട്ട്. നിനക്കെന്തോന്ന് ജോലിയാടാ? എനിക്ക് കടയിലെ കുലുക്കി സർവത്തടി വന്നാ 2 കുലുക്കി സർവത്തൊക്കെ അടിച്ചു കയറാം. നീ ഇങ്ങനെ പിടിച്ചിട്ട് കുലിക്ക് എന്റെ സർവ്വസത്ത് ഊരി പോകൂടാ. നിനക്ക് എന്താണ് പ്രശ്നം അത് പറ. എടാ, എനിക്ക് ലൂസ് മോഷൻ. ലൂസ് മോഷനാ? എന്ന് വെച്ചാ ഇപ്പൊ ഇതിന്റെ അവസ്ഥ എങ്ങനെയാണ്? ഇപ്പൊ എന്ന് പറഞ്ഞാൽ കുലുക്കി വെച്ച സോഡാ കുപ്പി കണക്ക് ഇരിക്കുവാ. അടപ്പ് തുറന്നാ തകരും. അല്ല, നിനക്ക് അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് പരിചയമുണ്ടാ? ഇല്ല. അവിടെ ഒരു അവിടെ കോലരക്ക് ആ കോലരക്ക് വെച്ചാ മതി കേട്ടോ. അടിപൊളിയാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നേ. ഞാനേ കുറെ നേരം കൊണ്ട് ആലോചിക്കുകയാണ്. ഒരു ആശുപത്രിയിൽ ഒരു നേഴ്സ് വന്ന് സൈലൻസ് എന്ന് പറയത്തെന്തെന്ന്. അങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും, എനിക്കറിയാം. സൈലൻസ് എന്ന് പറഞ്ഞതേ നിങ്ങൾക്ക് ചിരിക്കാനുള്ള ലൈസൻസ് അല്ല. സൈലൻസ് എന്ന് പറഞ്ഞാൽ പക്കാ സൈലൻസ്. അതെ, ഞങ്ങൾ സൈലന്റ് ആവാം. ഡോക്ടർ ഇപ്പൊ വരും. എടോ, തന്റെ ഡോക്ടർ വരുവടോ. ഞാൻ പറഞ്ഞൊരു ഓപ്പറേഷൻ പോയേക്കാണ്, പിന്നെ ഉടനെ വരുമെന്ന് പറഞ്ഞില്ലേ? 3 ദിവസമായി ഞാൻ ചോദിക്കണ്. ഓപ്പറേഷൻ പോയ ഡോക്ടർ, ഓപ്പറേഷൻ പോയി ഇതുവരെ ഡോക്ടർ വന്നിട്ടില്ല. അതിന് മാത്രം ഇവിടെ എന്തോ ഓപ്പറേഷൻ നടക്കുന്നത്? വലിയ ഓപ്പറേഷൻ ആണോ? എവിടെ ഓപ്പറേഷൻ നടക്കണം? ഇവിടെ. അയ്യോ, ഇവിടെ ഓപ്പറേഷൻ നടക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഡോക്ടറിന്റെ കാലിലൊരു മുള്ളു കൊണ്ടിട്ടേ അതിന്റെ ഓപ്പറേഷന് വേണ്ടി ഡോക്ടർ അങ്ങ് അമേരിക്കയിൽ പോയേക്കാണ്. അതാണ് പറഞ്ഞത്. ഡോക്ടർ കാലിന് മുള്ളു കൊണ്ടിട്ട് ഓപ്പറേഷൻ അമേരിക്കയിൽ പോയി കിടക്കാണ്. അപ്പൊ നമ്മളെവിടെ ഏത് ഡോക്ടർ നോക്കൂ? അയ്യോ, വിഷമിക്കണ്ട, ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊക്കെ ഫ്ലൈറ്റിൽ പോവാം അവിടെ. ഡോക്ടറിന് വരാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തെന്ന്. കണ്ടാ, ഇതാണ് ഇവിടുത്തെ കുഴപ്പം. ഡോക്ടർമാരില്ല, ഉപകരണങ്ങളില്ല. ഇവിടെ എന്തെങ്കിലും ഉപകരണങ്ങളുണ്ടോ? എന്തെങ്കിലും ഉപകരണങ്ങളുണ്ടോ? എക്സ്ട്രാ മെഷീൻ ഉണ്ടോ? വെന്റിലേറ്റർ ഉണ്ടോ? ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ഉണ്ടോ? അവിടുത്തെ പാടി കിടക്കുന്ന അങ്ങനത്തെ ഒരു ഉപകരണം ഉണ്ടോ? അതിന്റെ മെഷീൻ ഉണ്ടോ? അതെന്തൊരു ഉപകരണോടാ? അത് ഇംഗ്ലീഷാണ്, എനിക്ക് പേരറിഞ്ഞു. അതുണ്ടാ? ഉപകരണങ്ങളില്ല. ഈ ആശുപത്രി ഉപകരണങ്ങളില്ല. ഉപകരണങ്ങൾ അവിടെ, ഉപകരണങ്ങൾ അവിടെ, ഉപകരണങ്ങൾ അവിടെ. ഇവിടെ എന്ത് ഉപകരണങ്ങളുണ്ട്? ഉണ്ട്. ഈ പറഞ്ഞ ഉപകരണങ്ങളുടെ ഒക്കെ കുറവുണ്ട്. തർക്കുത്തരം പറഞ്ഞ പറയാനുള്ളതാണ്, അല്ല തിന്നാനുള്ള സാധനം അല്ല. എടാ, ഇവിടെ ഉപകരണങ്ങളുണ്ട്. എവിടെ ഇരിക്കേണ്ട ഉപകരണം? ഇവിടെ ഈ ഉപകരണങ്ങളില്ലാതെ ചികിത്സ കിട്ടാതെ നമ്മൾ തട്ടിപ്പോകൂലേ? അപ്പൊ നമ്മളെടുത്ത് മോർച്ചറിയിലോട്ട് കൊണ്ടിടുമല്ലോ. അപ്പൊ ഇവിടെ പഠിക്കാൻ പറഞ്ഞ പിള്ളേർക്ക് പഠിക്കാനുള്ള ഉപകരണങ്ങളാണടാ നമ്മള്. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. അപ്പൊ ഇന്ന് കപ്പിൾ ഡേ ആണ് അല്ലേ? അപ്പൊ ഇവരൊരു കപ്പിളാണ്. ജീവിതത്തിലല്ല, സ്കിറ്റില് ഒരു ദിവസം ഇന്നത്തേക്ക്, അതായത് നമ്മുടെ മെഗാ ചാർജ് ഇവന്റിലേക്ക് 50,000 രൂപ നേടി കുറച്ച് ടീം എത്തിയിട്ടുണ്ട്. ഇവർ ഏകദേശം 50 അടുത്തെത്തിയിട്ടുണ്ട്. 50ലേക്ക് എത്തിയാൽ ഇവർക്ക് അതിന് എൻട്രി പാസ് ഒന്ന് ചാർജ് ഇട്ട് കൊടുക്കുവോ? പിന്നെ ഇവര് 50 അടിച്ചു ഞാൻ ഇവരെ കൊണ്ടുപോകും. പക്ഷെ ഇന്ന് ഈ വീടിന്റെ പണിയും തീർക്കണം, 50 അടിക്കണം. ഓക്കെ അല്ലേ സുരേഷ്?
എടാ ഇതിന്റെ പണിയെങ്കിലും തീർക്കണം കേട്ടാ, എന്നാലേ ഓണത്തിന് ചാർജ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഓക്കെ അല്ലേ, നിങ്ങൾ ഓക്കെ അല്ലേ? നിങ്ങൾ പിന്നെ ഓക്കെ ആണ്. ബാറ്ററി ഓണല്ലേ, നോക്കിയാണ് ചേച്ചി? ആണല്ലേ? തിരിച്ചോട്ടിക്കോ, മോലാളി ഒന്ന് പണിയുടെ കിട്ടും കേട്ടോ. പറയണ്ടേ? എന്നെ അല്ല, കൈ കിട്ടുന്ന എന്തെങ്കിലും എടുത്തോട്ട് ഓടിക്കോളാം. കാര്യം തോന്നോ? കാര്യം തോന്നാ മേശരി പണിഞ്ഞ ആ വലിയ മതിൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ വീണു. സ്വാഭാവികം. ഇന്നലെ ഞാൻ ആ ചായ എടുത്ത് പറഞ്ഞാണ് ഞാൻ പണിഞ്ഞ മതിലിന്റെ മേളിൽ കൊണ്ടുവച്ച് ലഡു കഴിക്കല്ലേ ലഡു കഴിക്കല്ലേ. എന്താ പറ്റിയെന്നാ പറയുന്നേ? അതിന്റെ മതിലിന്റെ മേളിൽ ഉറുമ്പ് കയറി. അല്ലാതെ ഞാൻ പണിഞ്ഞ മതില് ഇടിഞ്ഞു വീഴാൻ യാതൊരു മാർഗവും ഇല്ലല്ലോ. അപ്പൊ ഉറുമ്പ് തള്ളി ഇട്ടതാന്നോ മതില്? പിന്നല്ലാതെ. അല്ലേ, ഇങ്ങോട്ടൊന്ന് നോക്ക്. ഇന്ന് മുതൽ ഇവിടെ പുതിയതായിട്ട് പണിക്കാരാന്ന് പറഞ്ഞ സരള. ആന്ന് മേശരി. എന്താ താമേച്ചേ? ഗ്യാസ് വന്നില്ലായിരുന്നു. അതിനൊരു ഇച്ചിരി ഇഞ്ചിയും ഒരു വെളുത്തുള്ളി എടുത്ത് കഴിച്ചാ പോരായിരുന്നു? ഗ്യാസ് ഊറ്റിയും കൊണ്ട് വണ്ടി വരാത്തനോ? അയ്യോ, അതായിരുന്നു തന്നെ മേശരി. ഞാൻ എന്താ ചെയ്യണ്ടേ? ഐശ്വര്യമായിട്ട് ഇന്ന് തുടങ്ങുമല്ലേ, ആ കട്ട എടുത്ത് പുറത്തോട്ട് പോയി. ഓക്കെ മേശരി. എന്റെ പുറത്ത് വെക്കാനല്ല പറഞ്ഞത്, അതിന്റെ പുറത്ത് കൊണ്ട് വെക്കാന്. ഞാൻ പറയുന്നത് പോലെ കൂടെ നിന്നോണം. കാര്യം ഇവിടെ നമ്മളെന്ന് പറഞ്ഞാൽ വളരെ എൻജോയ്മെന്റ് ചെയ്താണ് ഇവിടെ ജോലിയൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. തങ്കഭസ്മക്കൂറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പെന്ന് മുടക്കും ഞാൻ. ആരാ ഇത് ചെയ്തത്? വയലാർ ദേവരാജൻ. പാട്ട് ചെയ്ത കാര്യമല്ല ചോദിച്ചത്. എന്തോ ശരി. ആരാണ് ഇതിനകത്ത് വെള്ളം ഒഴിച്ചതെന്ന്? ഞാനല്ല. ഇതും അപ്പൊ ആ ഷാജി ചെയ്ത പണിയാണ്. അവൻ അറിയാം ഞാൻ ഡ്രൈ അടിക്കുന്നെന്ന്. പിന്നെ അവനിതിനകത്ത് വെള്ളം ഒഴിച്ചു വെക്കണം. എന്റെ പൊന്നു മേശരി, ഇങ്ങനെ വാ കൊണ്ട് കുടിക്കാതെ. മൂക്കി കൂടെ കുടിച്ചപ്പോ തലമണ്ടേ കയറുന്നു, അതുകൊണ്ടാണ് വാ കൊണ്ട് കുടിക്കുന്നത്. എങ്ങനെ കുടിക്കാതിരിക്കും? എങ്ങനെ വേണേലും കുടുക്കതിരിക്കാം. കുടുക്കാതിരിക്കാന്നോ? പിന്നെ എങ്ങനെ കുടിക്കാതിരിക്കും? ആകെ വിഷമത്തിലാണ്. അതെന്താ പറ്റി? ഇന്നലെ സന്ധ്യ പിണങ്ങിപ്പോയി. അപ്പൊ സന്ധ്യ ഇല്ലേ? ഉച്ച കഴിഞ്ഞാ നേരെ രാത്രിയാവാണോ ഞാൻ പറഞ്ഞത്? എന്റെ പെണ്ണുമ്പുള്ള സന്ധ്യ പിണങ്ങിപ്പോയെന്ന്. എന്താ പറ്റി? സംശയം. നിന്നെ ഞാൻ പണിക്ക് വിളിച്ചതറിഞ്ഞപ്പോ ഭയങ്കര സംശയം. ഞാൻ പെങ്ങളാന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഓ, പെങ്ങളാണെന്ന് ഒരിക്കലും അവളോട് പറയാൻ പറ്റത്തില്ല. അതെന്താ? ഞങ്ങള് രണ്ടുപേരും കൂടെ പണ്ട് വാഴപ്പണയിലിട്ട് പൊക്കുന്നത് വരെ ഞങ്ങൾ ആങ്ങളെയും പെങ്ങളുമാണെന്നാണ് നാട്ടുകാർ വിചാരിച്ചിരുന്നത്. അപ്പൊ ഇതിനെ കൊണ്ട് പെങ്ങളെന്ന് പറഞ്ഞ അങ്ങോട്ട് എന്നാലേ അവള് തലക്കെട്ട് കിണുക്കും. എന്തോ ഇതിനു മുമ്പ് ആരെങ്കിലും കൂടെ പോയിട്ടുണ്ടോ? മേശരി പണിക്ക് പോയിട്ടുണ്ടോന്ന്? ഇല്ല മേശരി, ആദ്യമായിട്ടാ. എനിക്കത് തോന്നി. കാര്യം എന്താണെന്നറിയാവോ? അല്ലെങ്കിൽ ഇത്രയും സൗന്ദര്യവും ഇത്രയും നിറവൊക്കെ ഉള്ള കുട്ടി ഈ പണിക്ക് വരേണ്ട കാര്യമില്ല. കാലുകൊണ്ട് ജാന്ത കൂട്ടണ്ട, മമ്മൂട്ടി ഇരിപ്പുണ്ട്. അതല്ല മേശരി, അച്ഛന്റെ മരണശേഷം ഉണ്ടല്ലോ വീട്ടുഭാരം മൊത്തം എന്റെ ചുമലിലായിരുന്നു. അയ്യോ, അച്ഛൻ എങ്ങനെ മരിച്ച്? ഒന്നും പറയണ്ട. അടിച്ചു വിറ്റായിട്ട് ഒരു ദിവസം കരുമാടിക്കുട്ടൻ സിനിമ കാണാൻ തിയേറ്ററിൽ പോയി. ആ പാട്ട് സീൻ വന്നപ്പോ പുന്നമടക്കായലാന്ന് പറഞ്ഞ മൂക്കും തപ്പി പിടിച്ചെടുത്ത് സ്ക്രീനിലോട്ട് ഒറ്റ ചാട്ടം. എന്നിട്ടെന്തുവാ, സിനിമ തുടങ്ങുമ്പോ രാജംബിദേവിന്റെ വായിലിരിക്കുന്ന അച്ഛൻ. അല്ലല്ല, രാജംബിദേവ് മകനെ എന്ന് പറയുമ്പോ തെറിച്ചൊരൊറ്റ വീഴ്ച അന്നേരേ തീർന്നു. അയ്യോ, അപ്പൊ നമ്മൾ രണ്ടുപേരും ഒരേ അവസ്ഥയിൽപ്പെട്ടവരാണ്. അപ്പൊ മേശരുടെ അച്ഛനും അങ്ങനെ തന്നെയാണോ മരിച്ചത്? എന്റെ അച്ഛനും മരിച്ചുപോയി. എങ്ങനെയായിരുന്നു? അച്ഛനെ ഈ കൂപ്പിലെ പണിയായിരുന്നു. കൂപ്പിലെ പണിയല്ല, ഈ കൂപ്പിലെ പണി, ആനയെ നോക്കുന്ന പണിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ ആനയെ നോക്കിക്കൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് ബോധം കെട്ടങ്ങ് തറയെ വീണ്. എന്നിട്ട് കൃത്രിമ ശ്വാസം കൊടുത്തപ്പോ അച്ഛൻ മരിച്ചുപോയി. കൃത്രിമ ശ്വാസം കൊടുത്ത സാധാരണ ജീവിക്കുക ചെയ്യുന്ന ഞാൻ വിശ്വസിക്കത്തില്ല. അച്ഛന് കൃത്രിമ ശ്വാസം കൊടുത്തത് കൂപ്പിൽ ആനയായിരുന്നു. മത്തങ്ങാവിലും പൊട്ടിത്തെറിക്കുന്നത് പോലെ ഒറ്റ പൊട്ടക്കുമായിരുന്നു. എന്തോ ചെയ്യാനാ? വിഷമിക്കണ്ടല്ല. സരളടുത്ത് ഞാൻ വേറെ കാര്യം ചോദിച്ചത്. എന്ത്? സരളയെ നോക്കാൻ വീട്ടിൽ വേറെ ആരും ഇല്ലയോ? ആരിയ്ക്കുന്നു? ചേട്ടത്തിയൊക്കെ വലിയ കളിയാ. അത് നമ്മൾ ISR ഇരിക്കുന്ന സ്ഥലമില്ലയോ? അത് വലിയ മല, വലിയ നില. 3 മക്കളാ. ശരി. ഏറ്റവും ഇളയാള് ലണ്ടനിലാ. 1, 2 എറണാകുളത്ത്. ചേടാ, ഈ ലണ്ടനിൽ കിടക്കുന്ന 1, 2 സാധിക്കാൻ എറണാകുളത്ത് വരുമോ? അതല്ല പറഞ്ഞത്. 1ാമത്തെ 2ാമത്തെ മക്കൾ എറണാകുളത്താണെന്ന ജോലിയാ ജോലി. അതൊക്കെ പോട്ട്. പിന്നെ ഭർത്താവ് എന്ത് ചെയ്യുന്നു? 7 വർഷം മുമ്പ് എന്നെ ഇട്ടേച്ച് പോയി മേശരി. എന്നിട്ട് ഇപ്പോഴാണോ കരയുന്നത്? എന്ത് പുള്ളി എവിടെ പോയി? വലിയ സിനിമാ മോഹിയായിരുന്നു. സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കോടമ്പാക്കത്ത് പോയി പൈപ്പ് വെള്ളം കുടിച്ചു. എന്നിട്ട് സിനിമയിൽ അഭിനയിച്ചോ? ഇല്ല, കോളറ പിടിച്ചു മരിച്ചു. പിന്നെ മക്കൾ 2 പേരുണ്ട്.
പേര് മാത്രമേ ഉള്ളൂ, ശിഖരമൊന്നും ഇല്ലയോ? അതല്ല, 2 മക്കളുണ്ട്. മോളി കൽപ്പന. അപ്പൊ താഴോട്ട് ഉർവശിയാണോ? അതല്ല, മോളി മോള് കൽപ്പന മോള്, 2 മക്കള്. അങ്ങനെ 2 പേര്. അപ്പോഴേ നമ്മൾ 2 പേരും ഒരേ വഴിയിൽ സഞ്ചരിക്കുന്നവരാണ്. കൊച്ചിന് ഭർത്താവും ഇല്ല, എനിക്ക് ഭാര്യയുമില്ല. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, പറഞ്ഞു ഇങ്ങോട്ട് വരട്ടെ, അവിടെ നിന്ന് പറഞ്ഞാൽ എന്നാ പറയാതെ വരട്ടെ. ഇല്ല, ഞാൻ പറയുന്നതുമില്ല വരുന്നതുമില്ല, തീർന്നല്ലേ? അല്ല, മേശരി എങ്ങനെ ഇങ്ങോട്ട് വന്നേ? ഞാൻ വന്നത് സൈക്കിളിനകത്ത്. അതല്ലേ ചോദിച്ചത്, ഈ പണിയിലേക്ക് എങ്ങനെയാ വന്നേന്ന്? എന്റെ മാമനായിരുന്നു ഇവിടുന്ന് അറിയപ്പെടുന്ന കീട്ടിലെ മേശരിയായിരുന്നു. പക്ഷെ പെട്ടെന്ന് മാമൻ ഫീൽഡ് ഔട്ട് ആയി പോയി. എന്താ പറ്റിയതാ? മാമൻ പണിഞ്ഞു കൊടുത്ത ഒരു വീടിന്റെ പാല് കാച്ച് കഴിഞ്ഞതും അവിടെ കെട്ടിരുന്ന ഷാമിയാന പന്തൽ അഴിച്ചു വിടാൻ വേണ്ടി കയറഴിച്ചു വിട്ട് പന്തൽ അവിടെ തന്നെ നിന്ന് ഈ വീട് മൊത്തം കൂടി ഞങ്ങൾ വീണ്. വീട്ടിൽ താമസിച്ചാൽ എന്തോ ഇപ്പം? ഇപ്പൊ ഷാമിയാന പന്തൽ താമസിക്കുന്നത്. നല്ല പണിയായിരുന്നു, അത്രയ്ക്ക് നല്ല സൂപ്പർ പണിയായിരുന്നു. മേശരി, എനിക്കൊരു വീട് പണിയണം മേശരി. എന്തിന് എന്റെ വീട്ടിൽ വന്ന് താമസിച്ചൂടെ? അല്ല, വീട് പണിഞ്ഞാരാം. കുറച്ച് പൈസയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തിന് പൈസ? ഫ്രീ ആയിട്ട് ഞാൻ പണി തരാം. ഒരു മിനിറ്റ്. ഹലോ, സ്വാഭാവികം ആണോ? ഞാൻ അങ്ങോട്ട് വരണോ? വേണ്ടേ? എന്താ ശരി, എന്താ വിളിച്ചേ? ആരാ വിളിച്ചേ? ഞാനേ ഒരു വീട് വെച്ച് കൊടുത്തായിരുന്നു. അതിന്റെ പാല് കാച്ച് നാളെയാ. ഇന്ന് ആ വീട്ടിന്റെ മേളിൽ ഒരു കാക്ക വന്നിരുന്നു. ആ വീട് പൊളിഞ്ഞു വീണെന്നോ? അതൊക്കെ പോട്ട്, സ്വാഭാവികം. നമ്മളെ വീട്ടിന്റെ പണി എന്ന് തുടങ്ങാം. ഞാൻ വീട് പണിയുന്നില്ല. അതെന്താ? ഈ ഉറുപ്പും കാക്കയൊന്നും ഇല്ലാത്ത നോക്കിട്ടെ ഒരു സ്ഥലം ഞാൻ നോക്കി വെക്കാം. എന്നിട്ട് ഞാൻ മേശരിയോട് പറയാം, അന്നേരം പണിയാൻ വന്നാ മതി. തരളേ കൊരള. അഭിനയ കുലപതികൾ. അതെ, നമുക്ക് ഭയങ്കര പോസിറ്റീവായി രാധിക ചേച്ചിയും സുരേഷ് ചേട്ടനും വരുമ്പം അതിന് വൺ ഓഫ് ദ റീസൺ നമ്മുടെ എല്ലാവരുടെയും ലക്ക് എന്ന് പറയുന്നത് രാധിക ചേച്ചി ഉള്ളപ്പോഴാണ് കേട്ടോ. അതെ, കുറെ കുഞ്ഞു സാധനങ്ങൾ നല്ല രസമുണ്ട്. അല്ല, രാധിക ചേച്ചി, രാധിക ചേച്ചിയുടെ ഭർത്താവിന് വേണ്ടി പെണ്ണ് കാണാൻ പോയി എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞാലും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ എന്തായി ചോദിക്കുന്നേന്നുള്ളത്. ഈ രാധിക ചേച്ചിയുടെ ഭർത്താവിന് വേണ്ടി പെണ്ണ് കാണാൻ പോയി. അത് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കൊടുക്കേണ്ട പരിപാടിയാണുള്ളത്. കേക്കട്ടെ. അത് കല്യാണത്തിന് മുമ്പാ. ഞാൻ ഈ മറപ്പണ്ണല്ലേ, അപ്പൊ നമ്മള് അമ്മയുടെ വീട്ടിൽ വന്ന് നിക്കുവല്ലോ. അപ്പൊ ഇങ്ങ് മാറിയ സന്തോഷിന്റെ വീട്. അപ്പൊ നാത്തൂനാന്നെ അങ്ങ് വെളിയില് അവര് ഭർത്താവിന്റെ കൂടെ ആയിരുന്നു. അപ്പം ഒരു പെണ്ണായിട്ട് ആരെങ്കിലും കൂടെ പോണമല്ലോ എന്ന് പറഞ്ഞ അമ്മുമ്മയും ഞാനും സന്തോഷനും അന്ന് ഇവിടെ ഇല്ല. വേറെ 2-3 പേരൂടെ പോയി. അങ്ങനെ പെണ്ണിനെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇവിടെ വരുമ്പം അത് നടക്കത്തില്ല, എങ്ങനെയായാലും നടക്കത്തില്ല കേട്ടോ. കല്യാണം എങ്ങനെയാലും അങ്ങ് ഇതാവുക, എന്തെങ്കിലും ഒന്ന് നാളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ പ്രശ്നം ഉണ്ടാവുമല്ലോ. അങ്ങനെ അങ്ങ് ഇല്ലാതായിട്ട് ഒരു ദിവസം ആണെങ്കിൽ അമ്മൂമ്മ പറഞ്ഞു, എന്തിനാ ഇനി വേറെ വല്ല പെണ്ണുങ്ങളെ നോക്കുന്നത്? സുന്ദരിയും സുശീലയും സർവോപരി എല്ലാം തികഞ്ഞ നമ്മുടെ സൗന്ദര്യം, അങ്ങനെ നമ്മുടെ ഒരു കൊച്ചിവിടെ നിൽക്കുമ്പോ എന്തിനാ നീ വേറെ വല്ലയിടത്തും ഒക്കെ നോക്കാൻ പോന്നേ എന്ന് പറഞ്ഞിട്ട് ഈ കൂടെ നിൽക്കുന്ന നമ്മുടെ കുടുംബക്കാരും എന്റെ മോന്തക്കോട്ട് നോക്കുന്നില്ല. ഇവരെല്ലാം അമ്മൂമ്മമാരുടെ വരെ മോന്തയ്ക്ക് നോക്കുന്നു, എന്നിട്ട് എന്റെ മോന്തക്കോട്ട് നോക്കും. അപ്പൊ അമ്മൂമ്മ വന്ന് എന്നെ പറഞ്ഞു, ആന്റി നമ്മുടെ കൊച്ചുണ്ടല്ലോ, അപ്പൊ പിന്നെ നമുക്ക് അവളെ അങ്ങ് കെട്ടിക്കാന്ന് പറഞ്ഞപ്പോഴേ എല്ലാരും നോക്കുന്നത് ഇവളായിരുന്നു. അങ്ങനെ എന്നെ കല്യാണം കഴിച്ചത്. എന്നിട്ട് ഇപ്പൊ ഉള്ള ഒരു പ്രധാന വിഷമം എന്ന് പറഞ്ഞാൽ എനിക്ക് മക്കൾ ഇപ്പം 2 മൂത്ത മോന്, വലിയ മോന്, മോളും ഉണ്ട്. ഇപ്പൊ അവരൊക്കെ ആയി കഴിഞ്ഞും ഇപ്പൊ ഉള്ള ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ ആ കല്യാണം മൊത്തവും മുടക്കിയത് ഞാനായിരുന്നു. സ്വത്ത് പുറത്തു പോയിരിക്കാൻ വേണ്ടി സുഖമില്ലാത്ത കൊച്ചായാലും എന്റെ മോൻ കെട്ടിക്കോളാം. അങ്ങനൊന്നും അല്ല, നമുക്കൊരു കൊച്ചുണ്ട്, പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞ് കല്യാണം കഴിച്ചു. ചേച്ചിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു? ഓ ഇല്ല. ചേച്ചി മക്കളെന്ത് ചെയ്യുന്നു? മോനെ ഇപ്പൊ മിലിറ്ററിയില് ആർമിയിലെ ട്രെയിനിങ്ങിലാ. ദേവനാരായണൻ നമ്മുടെ അഖിലിന്റെ കൂട്ടിരിക്കുവോ അവനെ കാണാൻ. എനിക്ക് എപ്പോഴും മോനെ അവനെ കാണുമ്പോ, അവൻ ഇപ്പൊ ഇവിടെ ഇല്ല, എനിക്ക് അത് ഭയങ്കര. എന്നെ അങ്ങനെ കണ്ടോ? എന്റെ കുഞ്ഞ് ഗോവയിലാ. ആണോ? അയ്യോ, ചേച്ചി പേടിക്കണ്ട, ഇതിനെ തന്നുവിടാം, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ചേച്ചിയുടെ മോൻ ഗോവയിൽ, ഇവനും ഇടയ്ക്ക് ഗോവയിൽ പോകും. മോള് +1 നന്ദന. മോള് ഇവിടെ കൂടെ ഉണ്ടോ? എന്റെ കൂടെ. മോനപ്പൊ ഈ കാണാൻ സമയമൊക്കെ കിട്ടാറുണ്ടാവോ? ഇല്ലായിരിക്കും. ഇല്ല, ഒന്നുമില്ല. അവന് അങ്ങനെ നമ്മളെ വിട്ടൊന്നും മാറി നിക്കത്തില്ലല്ലോ കുഞ്ഞെ. പോകുമ്പോഴും എല്ലാം എന്റെ കൂടെ കിടന്ന് ഉറങ്ങുമായിരുന്നു കെട്ടിപ്പിടിച്ച്.
ട്രെയിനിങ് അല്ലയോ? ലീവ് ഒക്കെ എങ്ങനെയാ അപ്പൊ അവിടുത്തെ? അങ്ങനെ ഇല്ല മക്കളെ, ഇപ്പൊ തുടങ്ങിയല്ലേ, 2 മാസമല്ലോ. അവന് 19 വയസ്സേ ഉള്ളൂ. അപ്പൊ ആദ്യം തന്നെ ഓടി പുള്ളി തന്നെ എല്ലാം സ്വന്തമായിട്ട് പാസ്സായി. ഞാൻ പറയും മക്കളെ കഷ്ടപ്പാടാ, പോണ്ട എന്നൊക്കെ പറഞ്ഞു. ആര് പറഞ്ഞു അതിന് കിട്ടുന്ന വിലയോളം വേറൊരു ജോലിക്കും ഇല്ല അമ്മ എന്ന് പറഞ്ഞ് ആഴ്ചയിൽ ഒരിക്കൽ വിളിപ്പിക്കും. നമുക്ക് അന്നേരം ഭയങ്കര ആശ്വാസമാ കുഞ്ഞിന്റെ ശബ്ദം കേൾക്കുമ്പോ. സന്തോഷമായിട്ട് എന്ത് ചെയ്യണം? നേരത്തെ മാലിദ്വീപിലായിരുന്നു, ഇപ്പൊ നാട്ടിൽ തന്നെ റബ്ബർ നഴ്സറി നടത്തുക. ഓ, റബ്ബർ നഴ്സറി. നൈസ്. കഥകളെല്ലാം നമ്മൾ കേട്ടു, ഒരു അമ്മയുടെ ഇമോഷൻ നമ്മൾ കണ്ടു. ഇനി തിരിച്ച് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഇമോഷനിൽ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ സ്കിറ്റ്? ഇന്നില്ലെങ്കിൽ നാളെ, നാളെ അല്ലെങ്കിൽ ഇന്ന്, ഇന്നില്ലെങ്കിൽ മറ്റന്നാള് എന്നെങ്കിൽ 50,000 ഉണ്ടാക്കി ആ ഒരു മെഗാ ഷോയില് പോവും നമ്മളുടെ. അല്ലേ അല്ലേ ചേച്ചി? പിന്നെ അപ്പൊ ഇന്നത്തെ വിശേഷം നമുക്ക് എന്നാ നോക്കാം. ഒന്ന് നോക്ക്, ഒന്ന് ചാർജ് എത്ര കയറി നമുക്ക് നോക്കാം. ഓക്കെ, ₹24,000 ആണ് ലഭിച്ചിരിക്കുന്നത്. ഇനിയും കുറച്ചും കൂടെ ഒന്ന് ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. എന്തിനാണ് 50,000 ലഭിച്ചാലേ ഇവിടുന്ന് നമുക്ക് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഈവനിലേക്കുള്ള എൻട്രി ടിക്കറ്റ് കിട്ടുള്ളൂ. ഇവിടുന്ന് ഇനി അടുത്ത സ്റ്റേജ് വരുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും ശ്രമിച്ച് 50,000 എത്തിക്കണം. ഓക്കെ ചേച്ചി, ₹24,000 ട്രാൻസ്ഫർ ചെയ്യാൻ റെഡിയാണോ? ഒരു മിനിറ്റ്. എന്താ ചേച്ചി മോൻ വിളിക്കുമ്പോ ഇനി വിളിക്കുമ്പോ ഞങ്ങളുടെ ഒക്കെ അന്വേഷണം പറയണം. പുതിയ പുതിയ കഥകളുമായിട്ട് തിരിച്ചു വരണം. 50,000 മറക്കരുത്. ഓക്കെ, കോമഡി മാസ്റ്റേഴ്സിൽ ഒരു ഷോർട്ട് ബ്രേക്ക്. യെസ് ഗൈസ്, നമ്മൾ തിരിച്ചു വന്നപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാലോ? എല്ലാരും കൂടി ഇങ്ങനെ വന്ന് നിന്നാൽ അതിന്റെ മീനിങ് ഇവിടെ എന്തെങ്കിലും ഒരു പെർഫോമൻസ് ആയിരിക്കും നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് August 18 എന്ന് പറയുന്നത് നാഷണൽ കപ്പിൾസ് ഡേ ആയതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി, എല്ലാ കപ്പിൾസിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രണയഗാനം. യെസ്, കറക്റ്റ് അല്ലേ? യെസ്. അപ്പൊ പ്രണയഗാനം പാടാൻ ഇവിടെ 2 പേരുണ്ട്. അവരെ നമുക്ക് വേദിയിലേക്ക് ഓൾറെഡി സ്വാഗതം ചെയ്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയെ. അതെ, അതെന്റെ ഫേവറേറ്റ് സോങ് ആണ്. നല്ല സോങ്. ആർക്കന്നിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നേ? എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യും. ആ മനസ്സ് കൊള്ളാം. എന്തായാലും ഇത് പ്രണയിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാണ്. സോ ലെറ്റ്സ് ഹിയർ ദാറ്റ്. ചൈത്രം സ്വപ്നം ചാലിച്ചെഴുതിയതാണെന്നോ ഉഷസാം പെൺകിടാവേ നിന്റെ ചിത്രം. ചൈത്രം സ്വപ്നം ചാലിച്ചെഴുതിയതാണെന്നോ ഉഷസാം പെൺകിടാവേ നിന്റെ ചിത്രം. ഇതുവരെ എന്തേ കണ്ടില്ല ഞാൻ കവിളത്തെ സിന്ദൂരത്തിൻ രാഗപരാഗങ്ങൾ. നിന്നിലെ സൂര്യനായി വന്നൊളിച്ചിരുന്നേനെന്നും. ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാളിവളാണല്ലോ. എന്നുള്ളു തുടിച്ചതും ഇവനെ കാണാനല്ലോ. ചെറുപൂങ്കുല പോലിവളാടുമ്പോൾ മോഹം, മൃദുമൗനം പോലും സംഗീതം. പേരെന്താണെന്നറിവില്ല, ഊരേതാണെന്നറിവില്ല, ഇവൻ എന്റേതാണെന്നുള്ളം പാടുന്നു. ഓ മുകിൽ കിനാവിൽ നിന്നും ഇവളി മണ്ണിലിറങ്ങിയ തൂമിന്നൽ. മഴത്തേറി വരും മിന്നൽ. ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാളിവളാണല്ലോ. എന്നുള്ളു തുടിച്ചതും ഇവളെ കാണാനല്ലോ. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ. സത്യം പറഞ്ഞ റൊമാൻസ്. ഓ, ഈ പാട്ടുകാരെ എനിക്ക് ഭയങ്കര ജലസിയാണ്. സോ ഗുഡ്. വീണ്ടും നമ്മളെ പ്രണയിക്കാൻ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു പ്രൂഫാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പൊ വന്നത്. കാരണം ഒരു പാട്ട് കേട്ടപ്പോൾ നമ്മൾ അതിൽ ഭയങ്കരമായിട്ട് അലിഞ്ഞു പോയി. സോ താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തതിനും ഈ ഒരു കപ്പിൾ ഡേ കുറച്ചുകൂടെ ഫൺ ആക്കിയതിനും ഒപ്പം തന്നെ നമ്മുടെ എല്ലാവരും പാർട്ട്നേഴ്സിനോടും ഒരു ബിഗ് താങ്ക്സ്. August 18th നാഷണൽ കപ്പിൾ ഡേ. വിഷിംഗ് എവ്രിബഡി എ ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് ജീവിതം.
ഡാർലിംഗ്. ഇവിടെ സേഫ് ആയിട്ട് ഒരു 3 പേര് നിപ്പുണ്ട്. അവരോട് ഞാനൊന്ന് ചോദിക്കട്ടെ. ഹേയ് തള്ള വൈഫ്, നിങ്ങളുടെയൊക്കെ റൊമാൻറ്റിക് കാര്യങ്ങളൊന്ന് കേൾക്കട്ടെ. ബോയ് ഫ്രണ്ട് ഉണ്ടോ? അയ്യോ അയ്യോ അതെന്താണ്? അല്ല അയ്യോ കൊറേ ഉണ്ടല്ലോന്ന്. സിസ്റ്ററിന്റെ പ്രണയമാണോ അറിയാവുന്ന, സ്വന്തം പ്രണയമാണോ സിസ്റ്ററിന് അറിയാവുന്ന, എങ്ങനെയാണ്? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടെന്ന്. അല്ല ആണോ ആണോ അഞ്ജന, 2 പേർക്കും പ്രണയം ഉണ്ടെന്നാണോ? ഇല്ല, സിസ്റ്ററിന്റെ എല്ലാ സീക്രറ്റ്സും അറിയോ? പക്ഷെ നിങ്ങൾ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ആയിരിക്കില്ലേ? അങ്ങനെയൊന്നുമില്ല, ഞാനും കൂടി ഉണ്ട്. ബെസ്റ്റ് ഫ്രണ്ട്. നിങ്ങൾ ശരിക്കും എത്ര വയസ്സിന്റെ ഗ്യാപ്പ് ഉണ്ട് സിസ്റ്റേഴ്സ് തമ്മിൽ? എത്ര വയസ്സ്? 3 വയസ്സിന്റെ ഗ്യാപ്പ്. സോ മോലേക്ക് നിങ്ങൾ കുറച്ചുകൂടെ ഒരു സിബ്ലിങ്സിനെക്കാട്ടിൽ അപ്പുറം ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് മോഡാണോ, അതോ ചേച്ചി റോളൊക്കെ ഇടയ്ക്ക് കളിക്കാറുണ്ടോ? ഈ ഒരു എപ്പിസോഡ് മൊത്തം നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു പ്രിയ സുഹൃത്തുക്കളെ, പ്രിയ പ്രേക്ഷകരെ. കമ്മകേൻ, ഇതാണ് 3 വയസ്സിന് മൂത്തത്. ഹേ സ്ത്രീയെ, 3 വയസ്സിന് മൂപ്പോ? തള്ള വൈപ്പ് ഇവിടെയാണോ? സീരിയസ്ലി? കാരണം ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഈ ഏജ് റിവേഴ്സിംഗ് എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവർക്കും കിട്ടുന്നതല്ല. എനിക്ക് കണ്ടില്ലേ, എനിക്ക് ആകെ 25 വയസ്സുള്ളൂ, പക്ഷെ എല്ലാവരും എനിക്ക് 40 വയസ്സെന്നാ പറയുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ഗൈസ്, നമുക്ക് ഇവരെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നിങ്ങൾ വരണം, ഇതുപോലെയൊക്കെ അടിച്ചു പൊളിക്കണം. ഓക്കെ ഗൈസ്, ബൈ ബൈ.